ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പാഡോക്ക് സ്റ്റാൻഡ് മേടിച്ചതിൻ്റെ ഒരു അൺബോക്സിങ്ങും പിന്നെ റിവ്യൂവും, എങ്ങനെ നമുക്ക് പാഡോക്ക് സ്റ്റാൻഡ് ആരുടെയും ഹെൽപ്പൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്യാം, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, കാരണം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ എങ്ങനെയാണ് പാഡൽ സ്റ്റാൻഡ് ആരുടെയും ഹെൽപ്പും കൂടാതെ നമുക്ക് വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് എന്ന് പറയുന്നത് കോമഡിയാണ്. സംഭവം കുറച്ച് പ്ലാസ്റ്റിക് ഊരിയെടുക്കലാണ് ഇതിൻ്റെ അൺബോക്സിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കാം. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പാഡോക്ക് സ്റ്റാൻഡ് എങ്ങനെ യൂസ് ചെയ്യാം, അതായത് ആരുടെയും ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പാഡോക്ക് സ്റ്റാൻഡ് വെച്ച് നമ്മുടെ വണ്ടി എങ്ങനെ സ്റ്റാൻഡിലിടാം, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഐറ്റം കണ്ടോ, ഇതിലാണ് നമ്മുടെ വണ്ടിയുടെ സ്വിംഗ് ആം ഇരിക്കുന്നത്. അതിന് നല്ല റബ്ബർ ബുഷ് വരുന്നുണ്ട്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ സ്വിംഗ് ആമിൻ്റെ പെയിൻ്റൊന്നും പോവില്ല. അങ്ങനെ സംഭവം നല്ല സ്ട്രോങ്ങുമാണ്. കണ്ടോ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടീനെ ലിഫ്റ്റ് ചെയ്യുന്നത്. രണ്ട് കൈ പോലെ, എന്താ പറയുന്നത്, ജാക്ക് പോലെ സംഭവം. അത് പൊക്കി സ്വിംഗ് ആമിന് സപ്പോർട്ട് ചെയ്ത് പൊങ്ങി വരും നമ്മുടെ വണ്ടി. ഇതിൻ്റെ പരിപാടിയൊക്കെ കാണിച്ചു തരാൻ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലാവും. ഞാൻ പാഡോക്ക് സ്റ്റാൻഡ് ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പാഡോക്ക് സ്റ്റാൻഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് കമ്പനി എക്സ്പ്ലോർ. 5 years വാറൻറ്റി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ സീനില്ല. നമ്മുടെ ബജാജിൻ്റെ ഡോമിനർ 5 years വാറൻറ്റി വരുന്ന പോലെ തന്നെ പാഡോക്ക് സ്റ്റാൻഡ് 5 years വാറൻറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ റോളേഴ്സ് നല്ല രസമുണ്ട്, ക്യൂട്ടാണ്. നല്ല ഒരു ഓറഞ്ച്, ഭയങ്കര അട്രാക്റ്റീവ് കളറാണ്. ഇതിൻ്റെ ആ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓവർ ടൈറ്റ് ചെയ്യണ്ട, ടയർ റൊട്ടേറ്റ് ചെയ്യേണ്ട രീതിയിൽ ടൈറ്റ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് കപ്പാണ്, അത് മണ്ണൊന്നും കയറാതിരിക്കാൻ കൊള്ളാം. ഭയങ്കര സംഭവമൊന്നുമല്ല, പ്ലാസ്റ്റിക്കിൻ്റെ കപ്പാണ്. അപ്പോൾ 2 വീൽസും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓവർ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് റൊട്ടേറ്റ് ചെയ്യണം. എന്നാലേ നമ്മുടെ വണ്ടി ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് വണ്ടി ലിഫ്റ്റായി വരുള്ളൂ. പിന്നെ അതേപോലെ തന്നെ വണ്ടി തിരിച്ചിറക്കുമ്പോഴും ഇതിൻ്റെ ഈ ടയറിൻ്റെ സംഭവം ഇത്തിരി ക്രിറ്റിക്കലാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസും ഭയങ്കര കാര്യമുള്ളതാണ്. ഇപ്പോൾ നമ്മളെ എന്താ പറയണത്, സ്വിംഗ് ആം ലിഫ്റ്റ് ചെയ്യണ സാധനം എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ 2 ഹോൾസ് ഉണ്ട്. അതിൽ ടോപ്പിലെ ഹോളിലാണ് നമുക്കിത് ഇടേണ്ടത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, കണ്ടോ, 2 ഹോളുണ്ട്. അതിൽ ടോപ്പിലെ ഹോളിലാണ് ഈ സംഭവം സെറ്റ് ചെയ്യേണ്ടത്. എന്തിനാണ് ടോപ്പിൽ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ സെക്കൻഡ് ഹോളിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വിംഗ് ആമിൽ ഇത് താഴേന്ന് സെറ്റ് ചെയ്യുമ്പോൾ പണി കിട്ടും. നമ്മുടെ സൈലൻസറിലൊക്കെ ഉരയും ഇതിൻ്റെ ടോപ്പ്. ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ സെറ്റ് ചെയ്ത പോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലും ഫസ്റ്റ് ഹോളിൽ തന്നെ അത് പുഷ് ചെയ്ത് കയറ്റിയിട്ട് ഞെട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ
അത് സ്വിങ് ആമിൽ വന്ന് ടച്ചായി കഴിയുമ്പോൾ ചെറുതായിട്ട് അതൊന്ന് തിരിയേണ്ടതാണ്. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് പ്ലേസ്മെൻറ്റ് ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി പാഡോക്ക് സ്റ്റാൻഡ് ആരുടെയും ഹെൽപ്പ് കൂടാതെ എങ്ങനെ നമ്മുടെ ബൈക്കിനെ ലിഫ്റ്റ് ചെയ്യിക്കാം എന്നുള്ളത് കാണിച്ചു തരാം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പാഡോക്ക് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. സംഭവം ചെയ്ത് വരുമ്പോഴേ നമ്മൾ പ്രൊഫഷണൽ ആവുള്ളൂ. യുറേക്ക സക്സസ്. ഇനി ഞാനിതിൻ്റെ ഒരു ക്ലോസപ്പ് വ്യൂ കാണിച്ചു തരാം. സംഭവം എങ്ങനെയാണിത് നമ്മുടെ സ്വിങ് ആമിൽ സെറ്റായേക്കണെന്നുള്ളത്. കാരണം എങ്ങനെയാണ് വരുന്നത്, സ്വിങ് ആമിൻ്റെ താഴേന്ന് സംഭവം ഒരു കൈ വന്നിട്ട് പൊക്കി പിടിച്ചേക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. പാഡോക്ക് സ്റ്റാൻഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീലൊക്കെ ഇപ്പോൾ വീല് മാറാനാണെങ്കിലും പഞ്ചറൊട്ടിക്കാനാണെങ്കിലും പിന്നെ ചെയിൻ ലൂബൊക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ വളരെ ഈസിയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി എങ്ങനെ ഊരണേന്ന് കാണിച്ചു തരാം. ഇതിൽ നിന്ന് എങ്ങനെ ഇറക്കണമെന്ന് വണ്ടി നമ്മൾ സ്ലോലി ഇറക്കണം. ധൃതി പിടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ സംഭവിച്ച പോലെ പോകും. കേട്ടോ, ഞാൻ വേറെ 2-3 പൊസിഷനിലൊക്കെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. കാരണം എന്നാലല്ലേ നമുക്ക് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുള്ളൂ ഈ സംഭവം എവിടെയാണിത് കൊണ്ട് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ. നമ്മുടെ സ്വിങ് ആമിൻ്റെ ആ ബോൾട്ടിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് വേണം വെക്കാനായിട്ട്. സംഭവം നമ്മൾ സൈഡ് സ്റ്റാൻഡ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. സൈഡ് സ്റ്റാൻഡ് വെച്ചിട്ട് ആദ്യം ലെഫ്റ്റ് സൈഡിലെ സ്വിങ് ആമിൽ ടച്ച് ചെയ്ത് നിർത്തിയിട്ട് ഒരു കൈ കൊണ്ട് നമ്മുടെ വണ്ടീനെ സ്ട്രെയിറ്റ് നിർത്തണം. എന്നിട്ട് കറക്റ്റ് പ്ലേസ്മെൻറ്റ് കറക്റ്റാക്കി വെച്ചിട്ട് താഴത്തേക്ക് പ്രസ് ചെയ്താൽ മതി. ഈ പാഡോക്ക് താഴേക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പിന്നെ ഓറഞ്ച് ടയേഴ്സ് ഉണ്ടല്ലോ, ഓറഞ്ച് ടയേഴ്സ് ഫ്രണ്ടിലേക്ക് നീങ്ങും. നമ്മുടെ വണ്ടി ലിഫ്റ്റ് ആവും. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ. കണ്ടോ, ഇതാണ് പരിപാടി. സംഭവം സിമ്പിളാണ്, റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ചെയ്ത് വരുമ്പോൾ നല്ല സിമ്പിളാവും കാര്യം. ഞാൻ പതുക്കെ ഇറക്കി കാണിച്ചുതരാം. പതുക്കെ ഇറക്കി കഴിയുമ്പോൾ സിമ്പിളാണ് കാര്യം. സ്ലോലി പതുക്കെ പൊക്കി ഒരു കൈ നമ്മുടെ ബാക്കിലെ ഇതിലും പിടിക്കണം, പതുക്കെ ഇറക്കണം. വേറെ ഒരു ആംഗിള്, പല ആംഗിളിൽ നിന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ തീരുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ പല ആംഗിളിൽ നിന്നൊക്കെ വീഡിയോ ഒക്കെ പിടിക്കണത്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ പരിപാടിയും ചെയ്യണതുകൊണ്ട് വീഡിയോ പിടിക്കാൻ സെപ്പറേറ്റ് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഓരോരോ ക്ലിപ്പായിട്ട് വീഡിയോ ഇച്ചിരി ലെങ്തി ആയി പോകുന്നുണ്ട്. ദയവായി ക്ഷമിക്കുക. കേട്ടോ, സംഭവം താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ വണ്ടി ലിഫ്റ്റായി വരും. അതാണ് എൻ്റെ മെത്തേഡ്.
കണ്ടോട്ടാ. ഇപ്പോൾ ഒരു കൈ ഞാൻ വണ്ടിയുടെ ബാക്കിൽ ഇതിൽ പിടിച്ചേക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ പൊക്കി വണ്ടി ഇറക്കി. കണ്ട, അത് ചെയ്ത് വരുമ്പോൾ ഭയങ്കര സിമ്പിളായി മാറും. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും കൂടി ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, എവിടെയാണ് നമ്മളത് കൊണ്ട് വെക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കി വെച്ചാൽ മതി. കണ്ടോ, ആദ്യം ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ ആ ബോൾട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വെച്ചിട്ട് പാഡൊക്കെ സെറ്റ് ചെയ്യും. എന്നിട്ട് വണ്ടി ഒന്ന് സ്ട്രെയിറ്റാക്കി പിടിച്ചിട്ട് രണ്ട് സൈഡും ലെവലാക്കി വെച്ചിട്ട് പാഡോക്കിൻ്റെ നടുക്ക് പിടിച്ച് താഴ്ത്തുക. സംഭവം സിമ്പിൾ. ഉഷാറായില്ലേ? ഇത്രയൊക്കെയുള്ള സംഭവം. ഇനി വണ്ടി ചെയിൻ ക്ലീൻ ചെയ്യുകയോ ടയർ മാറ്റുകയോ പഞ്ചറൊട്ടിക്കുകയോ എന്ത് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ മറ്റേ റോളർ ഉണ്ടായിരുന്നു. റോളർ കൊണ്ട് നമുക്ക് ചെറിയ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഹെവി പണി ടയർ ചേഞ്ചിങ് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതിനൊക്കെ പാഡോക്ക് തന്നെ വേണം. പാഡോക്ക് ഉണ്ടെങ്കിൽ ചെയിൻ അഡ്ജസ്റ്റ് സക്സസ്ഫുൾ ആവുള്ളൂ. ഒരെണ്ണം കൂടി ക്ലോസപ്പ് വ്യൂ കാണിക്കാൻ പോണാണ്. കണ്ടവർക്ക് ബോറടിക്കണുണ്ടാവും. കണ്ട് വെറുപ്പിക്കണമെല്ലാം ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ എന്താ പറയണ, മാക്സിമം ആൾക്കാർക്ക് മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ ചെയ്ത കാര്യം തന്നെ പിന്നെ ഓരോരോ ആംഗിളിൽ വെച്ച് ചെയ്യുന്നത്. പിന്നെ ഞാനും ഇതേപോലെ ഒരു 3-4 വട്ടം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ പാഡോക്കിലേക്ക് വെക്കാനായിട്ട് ഉണ്ടോ, ഇറക്കുന്നതും സിമ്പിളാണ്. നൈസായിട്ട് പതുക്കെ സ്ലോലി അങ്ങോട്ട് പൊക്കി കൊടുത്താൽ മതി. കണ്ടോ, പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വീഡിയോ.